കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ നടന്നത് ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിലുള്ള മത്സരം മാത്രമായിരുന്നില്ല. പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരം കൂടിയായിരുന്നു. നിലമ്പൂരിലെ UDF വിജയം വി ഡി സതീശന്റെ രാഷ്ട്രീയ വിജയം കൂടിയായി മാറിയിരിക്കുകയാണ്. 2026 തിരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ വി ഡി സതീശന് മുഖ്യമന്ത്രിയാകുന്നതിന് വെല്ലുവിളിയാകുവാൻ സാധ്യതയുള്ള ശശി തരൂരിനെ ഒരു ദിവസം പോലും നിലമ്പൂരിലെത്തിക്കാതെയും മിന്നുന്ന വിജയം UDFന് നേടിയെടുക്കുവാൻ സതീശനായി. കേവലമൊരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിലുപരി സംസ്ഥാനത്തെ LDF UDF മുന്നണികൾക്ക് അഗ്നി പരീക്ഷയായിരുന്നു നിലമ്പൂർ. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മുന്നണികൾക്ക് രാഷ്ട്രീയ മേൽക്കൈ നേടാനുള്ള അവസരം. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ച് LDFിൽ നിന്ന് ഒരു MLA രാജിവെച്ചിറങ്ങിയ രാഷ്ട്രീയ സാഹചര്യം മുതലാക്കാൻ ഇതിലും വലിയൊരു അവസരം 9 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന UDFന് ലഭിക്കാനിടയില്ല. ജയം അനിവാര്യമായ മത്സരത്തിൽ ഏത് വിട്ടുവീഴ്ചയ്ക്കും പാർട്ടികൾ തയ്യാറാകുന്ന സാഹചര്യം തിരിച്ചറിഞ്ഞ് PV അൻവർ വിലപേശൽ തന്ത്രങ്ങളുമായി ഇറങ്ങി. ആദ്യം താൻ പറയുന്ന സ്ഥാനാർത്ഥിയെ UDF നിർത്തണമെന്നായി. അത് കഴിഞ്ഞ് മുന്നണിയിലെടുത്താൽ പിന്തുണയെന്ന നിലയിലേക്കെത്തി. 2 തവണ MLA ആയിട്ടുള്ള മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനം ഇതിനോടകം തെളിയിച്ച അൻവറിനെ ഒപ്പം നിർത്താൻ UDFിലെ ഭൂരിപക്ഷ നേതാക്കളും ശ്രമിച്ചു. എന്നാൽ വി ഡി സതീശൻ എന്ന ഒറ്റയാന് മുന്നിൽ അൻവറിന്റെ തന്ത്രങ്ങൾ പാളി. UDFിനെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നത് അൻവറിന് തീരുമാനിക്കാം. അത് കഴിഞ്ഞ് UDF പറയാം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സതീശൻ പലതവണ വ്യക്തമാക്കി. നിലമ്പൂരിലെ വിജയത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നടങ്കം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വഴങ്ങിയില്ല. അൻവറിനെ മുന്നണിയിലെടുത്താൽ ഭാവിയിലുണ്ടാകുന്ന പൊല്ലാപ്പ് സതീശൻ നേതൃത്വത്തിന് മുന്നിൽ വെച്ചു. അൻവർ ഇല്ലാതെ തന്നെ കോൺഗ്രസിനും UDFിനും നിലമ്പൂരിൽ ജയിക്കാമെന്ന ആത്മവിശ്വാസവുമാണ് സതീശന്റെ ഉറച്ച നിലപാടിന് പിന്നിൽ. ഫലം വന്നപ്പോൾ PV അൻവർ കരുത്തുകാട്ടിയിട്ടും 10,000-ലേറെ വോട്ടിന് UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായി. നിലമ്പൂരിലെ ഫലം എതിരായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടതും ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യവും സതീശന് മുന്നിലുണ്ടായിരുന്നു. LDFിലെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത വിജയം സതീശനെ പാർട്ടിയിലും മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറും. സ്വരാജ് ഷൗക്കത്ത് മത്സരത്തിനപ്പുറം പിണറായി സതീശൻ നേരിട്ടുള്ള രാഷ്ട്രീയ പോരായിരുന്നു നിലമ്പൂരിലേത്. ആ അംഗത്തിലാണ് സതീശൻ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. 2026 തുടർഭരണമെന്ന സ്വപ്നത്തിന് ആ ആത്മവിശ്വാസത്തിന് കൂടിയാണ് സതീശനും ടീമും ചെക്ക് വെച്ചത്. നിലമ്പൂരിൽ മാത്രമല്ല, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും UDF വെന്നിക്കൊടി നാട്ടിയപ്പോൾ അതിനു പിന്നിലും വി ഡി സതീശന്റെ ക്യാപ്റ്റൻസിയുണ്ടായിരുന്നു. കൂട്ടായ നേതൃത്വമാണ് വിജയശില്പിയെന്ന് ഇതര നേതാക്കൾ ആവർത്തിക്കുമ്പോഴും സതീശന്റെ നേതൃത്വത്തിൽ യുവനിര ചുക്കാൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് സമീപകാല തിരഞ്ഞെടുപ്പുകളിലെല്ലാം കാണുന്നത്. കാലത്തിനനുസരിച്ച് പ്രചാരണ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും PR-ഉം സമൂഹ മാധ്യമങ്ങളും ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയും ഈ വിജയത്തിൽ ചെറുതല്ലാത്ത പങ്കുവഹിച്ചിട്ടുണ്ട്. സതീശന് മാത്രമായി ക്രെഡിറ്റ് നൽകുന്നതിനെ കോൺഗ്രസ് നേതാക്കൾ തന്നെ എതിർക്കുന്നു. കൂട്ടായ്മയുടെ വിജയമെന്നാണ് അവർ ഒറ്റക്കെട്ടായി അവകാശപ്പെടുന്നത്. പ്രചാരണത്തിനിറങ്ങി ആവേശം വിതറുന്ന ശൈലിയല്ല സതീശന്റേത്. അണിയറയിൽ തന്ത്രങ്ങളൊരുക്കി ശത്രുവിനെ നേരിടുന്ന രീതിയാണ്. വോട്ടർ പട്ടികയിലെ പരിശോധനകൾ മുതൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തും. വീഴ്ചകളിൽ ഇടപെടും. തിരുത്തലുകൾ വരുത്തും. നേതാക്കളെ ഏകോപിപ്പിക്കും. കോൺഗ്രസിന് പരിചിതമില്ലാത്ത കർക്കശ നിലപാടുകളും ചേരുവയായി വരുമ്പോൾ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ മുൻപ് വലച്ചിരുന്ന ഗ്രൂപ്പ് ചരടുവലികൾക്ക് സ്ഥാനമില്ലാതെയായി. മുന്നണിയെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന വാദങ്ങളും അൻവർ വിഷയത്തിലൂടെ സതീശന് മറികടക്കാനായി. പ്രസ്താവനകൾ നടത്തി വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന രീതി കോൺഗ്രസിൽ പതിവാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തനാണ് സതീശൻ. അവഗണിക്കേണ്ടത് അവഗണിച്ചും വിവാദത്തിനിടയാക്കുന്ന വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടി ശൈലിയുമാണ് സതീശൻ സ്വീകരിക്കുന്നത്. നിലമ്പൂരിലെ വിജയത്തിലൂടെ ഒരു വെടിയിലൂടെ ഒരുപാട് പക്ഷികളെയാണ് സതീശൻ സ്വന്തമാക്കിയിരിക്കുന്നത്. പാർട്ടിയിലും മുന്നണിയിലുമുള്ള അംഗീകാരം. LDFിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കലിലൂടെ 2026 ആദ്യ ചുവട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലെ വിജയം. തനിക്കെതിരെ നിയമസഭയിലടക്കം പണം തട്ടിപ്പാരോപണം ഉന്നയിച്ച അൻവറിനുള്ള മറുപടി. 10 വർഷത്തിനു ശേഷം പാർട്ടിയുടെ, പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദിന്റെ സീറ്റ് തിരിച്ചുപിടിക്കൽ തുടങ്ങിയ ഒരു മധുര ഘോഷയാത്രയോടെയാണ് സതീശൻ നിലമ്പൂരിൽ നിന്ന് മടങ്ങുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.